എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചക്കക്കുരു ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്, വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പോളം ചക്കക്കുരു തൊലി കളഞ്ഞതിന് ശേഷം 4ആയിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് പെട്ടെന്ന് വേവാനായിട്ട് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് വളരെ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരുവിലേക്ക് ആ ഒരു മഞ്ഞ കളർ നന്നായിട്ട് പിടിക്കാനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. വെള്ളം ചേർക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ മുഴുവനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ കുക്കർ തുറന്നിട്ട് നമുക്ക് ചക്കക്കുരു മാത്രം എടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു വിസിലൊന്ന് വേവട്ടെ. പ്രഷർ മുഴുവനായിട്ട് പോകുന്നതിന് മുൻപ് തന്നെ മൂടി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ചക്കക്കുരു മാത്രമായിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനും അപ്പത്തിനൊക്കെ എടുക്കുന്ന, പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂണാണ്. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലവറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് എരിവിനും കളറിനും ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനോട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാല അല്ല ചേർക്കുന്നത്, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. പിന്നെ ഒരു നുള്ളു കായം, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു ചക്കക്കുരു വേവിച്ച ഒരു വെള്ളം തന്നെ എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മസാല നന്നായിട്ട് കോട്ടാകുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഇത് പറഞ്ഞാലേ അറിയുള്ളൂ ചക്കക്കുരു ആണെന്ന്, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചധികം വെളുത്തുള്ളി ചതച്ചത്, തൊലിയോടുകൂടി ചതച്ചതും, കറിവേപ്പില, ഇനി വേണമെന്നുണ്ടെങ്കിൽ 2-3 പച്ചമുളക് കീറിയതും കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കോരി ഒരു ഫ്രൈ ചെയ്ത് ചക്കക്കുരിലേക്ക് വെക്കാം. നല്ല ടേസ്റ്റിയാണ്. വെറുതെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്